ലോക റെക്കോർഡ് കൊണ്ട് മറുപടി കൊടുത്തൊരു മത്സരം. ഈ കളി കണ്ടിട്ട് കിളി പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. 2006 മാർച്ച് 12 അന്നൊരു ഞായറാഴ്ച ആയിരുന്നു. ജോഹന്നാസ്ബർഗിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക 5ാം ഏകദിന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ റിക്കി പോണ്ടിങ്ങിന്റെ 164 റൺസിന്റെ സെഞ്ചുറിയുടെ മികവിൽ 434 എന്ന ലോക റെക്കോർഡ്, ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിട്ട് അവർ ഇന്നിങ്സ് അവസാനിപ്പിച്ച്. ഒരിക്കലും ഇത് ചെയ്ത് ജയിക്കാൻ കഴിയുമെന്ന് ഒരു ക്രിക്കറ്റ് വിദഗ്ധർ പോലും ഇത് എഴുതാത്തൊരു മത്സരമായിരുന്നു. ഫസ്റ്റ് ബാറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾ വിജയിച്ചിരിക്കുന്ന ഓസ്ട്രേലിയ ടീമിൻ്റെ ശരീരഭാഷയിൽ തന്നെ മനസ്സിലാക്കാം. രണ്ടാമതും ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഒരു മഞ്ഞുമല മുൻപിൽ കണ്ടുകൊണ്ട് ബാറ്റിംഗ് കൊണ്ട് ആരംഭിച്ചു. പിന്നെ നടന്നത് അങ്ങോട്ട് ചരിത്രമായിരുന്നു. ഗിബ്സ് എന്ന ഉരുക്കു മനുഷ്യൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ബാറ്റ് കൊണ്ട് വീശിയപ്പോണ്ടല്ലോ ഓസീസിൻ്റെ ലോക റെക്കോർഡ് വെറും മണിക്കൂറുകൾ മാത്രമായി ചുരുങ്ങിപ്പോയി. ഒരു വശത്ത് റിക്കി പോണ്ടിങ്ങിന്റെ ആറാട്ടായിരുന്നെങ്കിൽ മറുവശത്ത് ഹർഷൻ ഗിബ്സിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഒരു ബോൾ ബാക്കി നിൽക്കെ സൗത്ത് ആഫ്രിക്ക മിന്നുന്ന വിജയം. ഒരിക്കലും ആരും മറക്കില്ല ഈ ഒരു കളി. അത്രക്കും ഗംഭീരമായ ഒരു വിജയം സൗത്ത് ആഫ്രിക്കക്ക് അന്ന് കിട്ടിയപ്പോൾ അഹങ്കാരികളായ ഓസ്ട്രേലിയക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു. ഈ കളി കണ്ടിട്ട് കിളി പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പിറ്റേന്നത്തെ മലയാളം മനോരമയിലെ ഹെഡിങ് 8ാം മഹാത്ഭുതം എന്നായിരുന്നു കൊടുത്തത്. സ്പോർട്സ് പേജിലല്ലായിരുന്നു, ഫ്രണ്ട് പേജിൽ തന്നെ ആയിരുന്നു മലയാള മനോരമ കൊടുത്തത്. മാതൃഭൂമി കൊടുത്തതോ അവിശ്വസനീയം എന്നായിരുന്നു. അത്രക്കും നല്ല ഗംഭീര വിജയമായിരുന്നു അന്ന് സൗത്ത് ആഫ്രിക്ക അന്ന് നേടിയെടുത്തത്.